ഹായ്, നമസ്കാരം. എൻ്റെ പേര് ശ്യാം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വളരെ വിഷമം തോന്നുന്നൊരു കേസ്. ഞാൻ ഈ ഇടയ്ക്ക് ഇൻ്റർനെറ്റിലിങ്ങനെ യൂട്യൂബിലിങ്ങനെ നോക്കിയ സമയത്ത് നമ്മുടെ കൊട്ടാരക്കരയിലുള്ള ശ്രീക്കുട്ടിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ശ്രീക്കുട്ടി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ളൊരു കൊച്ചായിരുന്നു. അച്ഛൻ എന്തോ കൺസ്ട്രക്ഷൻ വർക്കിൽ സ്ലാബിൽ വീണ് നടുവൊക്കെ ഒടിഞ്ഞ് ഒരു കുടുംബം ശീതളമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അതിനെ മുന്നോട്ട് നോക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞിൻ്റെ മരണമാണ് ഈ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടത്. അതൊരു മിനി വാൻ നമ്മുടെ പനവേലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൊട്ടാരക്കര അവിടെ ബസ് കാത്തിരിക്കുന്നത് ബസ് സ്റ്റോപ്പിനകത്തേക്ക് ഇടിച്ചു കയറി 2 പെൺകുഞ്ഞുങ്ങൾ മരിച്ചായിരുന്നു. അതിൽ ഒന്നാണ് ഈ ശ്രീക്കുട്ടി. ഈ ശ്രീക്കുട്ടി എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീടോ അങ്ങനൊന്നുമില്ല. ഓക്കെ, ഒരു ചെറ്റക്കുള്ളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് പുള്ളിക്കാരിയാണ്. ബേക്കറി ജീവനക്കാരിയായിരുന്നു. അന്നേരം നിങ്ങൾക്കറിയാമല്ലോ എത്ര വരുമാനം ഉണ്ടാവുന്നുള്ളൂ. ആ വരുമാനത്തിൽ സ്വന്തം അച്ഛൻ്റെ എന്താ പറയുക മെഡിക്കൽ ഇതും എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ഈ ശ്രീക്കുട്ടിയാണ്. അപ്പം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. കാരണം കല്യാണം കഴിക്കാനുള്ള ഒരു സ്ഥിതിയിലല്ലായിരുന്നെന്നാണ് ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ഛന് സുഖമില്ല. അച്ഛൻ എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനൊട്ടും വയ്യാതെ. ആ വീഡിയോ ഒക്കെ കാണണം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മനസ്സിനകത്ത് സങ്കടം തോന്നും. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. കാരണം ഒരു വീടിൻ്റെ അത്താണി, അതായത് ആകെയുള്ളൊരു വരുമാന മാർഗ്ഗമായിരുന്നു പുള്ളിക്കാരി. അതും ഒരു ബേക്കറിയിലൊക്കെ പോയി ജോലി ചെയ്താൽ എത്ര കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് ഒരു കുടുംബത്തെ എങ്ങനെയെങ്കിലും നേരാവണ്ണം കൊണ്ടുപോകണമെന്നുള്ളൊരു ചിന്തയോടും ഒരുപാട് സ്വപ്നങ്ങളോടും കൂടി, അതായത് സ്വന്തമായിട്ടൊരു വീടൊക്കെ സ്വപ്നം കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പെങ്കൊച്ചായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അൺഫോർച്ചുനേറ്റ്ലി ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന അബദ്ധം, അയാൾ ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയി. അതിനകത്തേക്ക് ചെന്ന് ഇടിച്ച് കയറി 2 കുട്ടികൾ മരിച്ചു. അതിലൊന്ന് ഈ ഒരു വീടിൻ്റെ അത്താണിയായിരുന്ന ശ്രീക്കുട്ടിയാണ്. എനിക്കിത്രേ പറയാനുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അശ്രദ്ധയിൽ ഒരു വലിയ തെറ്റായി മാറും. ചിലപ്പം ഒന്ന് കണ്ണടച്ച് പോയതായിരിക്കും. ഡ്രൈവറല്ലേ, ഒരുപാട് ജോലിയും കാര്യങ്ങളും ക്ഷീണമൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്തും അല്ലെങ്കിലും എപ്പോഴും നമുക്കൊരു കോമൺ സെൻസോടുകൂടി നമുക്ക് ചിന്തിച്ചാൽ അറിയാമല്ലോ. നമുക്ക് ഉറക്കം വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് വണ്ടി നിർത്തി നമുക്കൊന്ന് മുഖം കഴുകുമോ, ഒരു ചായ കുടിക്കുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരാളെ കൂടെ നിർത്തുകയാണെങ്കിൽ ഇയാൾ ഉറങ്ങിപ്പോവും. അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒന്ന് വിളിച്ചെണ്ണീപ്പിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. അതാ ദുബായിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ റോഡുകൾ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകൾ, യാത്രക്കാർക്ക് വേറെ ആരുമില്ല, ഒരു സൈഡിലോ വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും കിട്ടത്തില്ലല്ലോ, മൊബൈലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നല്ല ഫൈൻ അടിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് വരുന്നത് ഒരൊറ്റ കാര്യം, ഈ ഉറക്കം വരിക എന്നുള്ളതാണ്. അങ്ങനെ ഉറക്കം വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? സൈഡിലോട്ടൊന്ന് നിർത്തുക. ഒരു 2 മിനിറ്റ് നമുക്ക് നമ്മുടെ എന്താ പറയുക, ആ ഉറക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കോഫിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് വെക്കുക. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഉറക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഉറക്കത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ആൾക്കാർക്കും അത് ഇതുപോലത്തെ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടൂടെ. അപ്പം നമ്മുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയ ഒരു കുടുംബം ഇതായിപ്പോയില്ലേ, ആരും ഇല്ലാതായിപ്പോയില്ലേ. അതും ഒരു വീടിനകത്ത് ആകെ വരുമാന മാർഗ്ഗം ആ പെങ്കൊച്ചാണ്. കാരണം വെച്ചാൽ 68 വയസ്സുണ്ട് പുള്ളിക്കാരിയുടെ അച്ഛന്. ആ പുള്ളിക്കാരിയുടെ അച്ഛൻ എങ്ങനെ ജോലിക്ക് പോകും? അതും നടുവ് ഒടിഞ്ഞിരിക്കുവാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഇനിയിപ്പം കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടായിട്ടോ കാര്യമില്ല. കാരണം ഒരാൾ മരിച്ചു പോയ ആളെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കത്തില്ല. എന്നിട്ട് ഇവർ വണ്ടി നിർത്തി ഓടിപ്പോയെന്നാണ് പറയുന്നത്. എന്നിട്ട് നാട്ടുകാരെല്ലാം കൂടെ കയറി പിടിക്കുമായിരുന്നു ഈ ഡ്രൈവറെയും സഹായിയെയും എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മളെ സൂക്ഷിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ കാരണം വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനത് ഫോളോ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. വേറൊരാൾ ബുദ്ധിമുട്ടുണ്ടാക്കിയാലും നമ്മൾ മാക്സിമം അതും എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്ന് പഠിക്കുകയും വേണം. പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണല്ലോ ആക്സിഡൻ്റ് എന്ന് പറയുന്നതല്ലേ. അറിയാതെ ഒരു സമയത്ത് ആ കുഞ്ഞുങ്ങൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ലല്ലോ. അതും വണ്ടി കയറാൻ നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിലോട്ട് ഇടിച്ച് കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും? ഒന്നും ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടി കാണത്തില്ല. പാവം ആ കൊച്ചിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് എന്തെങ്കിലും ആ നാട്ടുകാർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. കാരണം നമുക്ക് ഇവിടുന്ന് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല.
പക്ഷേ അവിടെ ഉള്ളവർ എങ്ങനെയെങ്കിലും സഹായിക്കണം. കാരണം അവർക്കൊരു സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. ഏതോ ഒരു സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ കെയർ ഓഫിലൊരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ന്യൂസ് ഒരു ചാനലിൽ ഞാൻ 2-3 വീഡിയോ കണ്ടായിരുന്നു, അതിനകത്ത് കേട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇപ്പോൾ താമസിക്കുന്ന വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടം തോന്നും. കാരണം വെച്ചാൽ ഒരു ചെറ്റക്കുടില്ല, അതായത് ഒരു ടാർപോളിനും കുറച്ച് കട്ടയും മാത്രം വെച്ചിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സാധാരണ ഒരു കറക്റ്റ് പറഞ്ഞ ചെറ്റക്കുടിൽ പോലത്തെ ഒരു സ്ഥലത്താണ് പുള്ളിക്കാരി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പെങ്കൊച്ചായിരുന്നു. അപ്പം അതിൻ്റെ ആത്മാവിന് ശാന്തി വരട്ടെ. അത് എന്താ പറയുക, നമ്മുടെ എല്ലാ ഇതിലും പറയുന്ന പോലെ അത് സ്വർഗത്തിൽ തന്നെ ചെല്ലട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. അവരുടെ ഫാമിലിക്കും ആരെങ്കിലുമൊക്കെ സഹായിച്ച്, ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ച് അവർക്കും എന്താ പറയുക, ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റട്ടെ. നമ്മുടെ ഗവൺമെൻറ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടന്നാൽ മതിയായിരുന്നു. പാവം, ഇനി നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, പോകാനുള്ളവർ പോയി. പക്ഷേ ഇനി അവിടെ താമസിക്കുന്ന 68 വയസ്സുകാരനായ ആ അച്ഛൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പം ഗവൺമെൻറ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.